ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ടൊരു ബന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മറ്റ് ചേരുവകൾ നോക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കൻ്റെ 3 പീസാക്കി റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും ക്യാരറ്റൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് മല്ലിച്ചപ്പും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നീര് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ട് റെഡിയാക്കി വെച്ചിരുന്ന മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് പൊരിച്ചെടുക്കണം. 2 ഭാഗത്തായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നല്ല ഓവറായിട്ട് നെരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 ഭാഗം ചൂടാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിലൊന്ന് എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബന്ന് 2 പീസാക്കി മുറിച്ചെടുക്കുകയാണ്. ഇനി ഈ ബന്നൊരു പാനിലിട്ട് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം. 2 ഭാഗം നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം. തണുപ്പായതുകൊണ്ട് തന്നെ നെയ്യ് കട്ട പിടിച്ച് പോയിക്കണം. അപ്പം നെയ്യിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓയിലൊന്നും ആക്കരുത്. ബന്ന് എന്തായാലും നെയ്യിൽ തന്നെ നെരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. 2 ഭാഗം ഒരേപോലെ ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2 ഭാഗം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ക്യാപ്സിക്കന് 3 പീസാക്കി വെച്ചിരുന്നു. അതിൻ്റെ 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ആ ഓയിലിൻ്റെ പാനിൽ തന്നെ, നെയ്യ് ഒഴിച്ച പാനിൽ തന്നെ ഒന്ന് 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ അതിന് പ്രത്യേക ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ബന്നൊന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ 2 പീസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിരുന്ന ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന മുട്ടൻ്റെ 2 പീസാക്കിയിട്ട് 1 പീസ് മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഫില്ലിങ്സും കൂടെ ഇട്ട് കൊടുക്കണം. മുട്ടയും എല്ലാതും അതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ലാക്കി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫില്ലിങ്ങും അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് ക്യാപ്സിക്കൻ്റെ 1 പീസും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ മുകളിൽ വെച്ച് നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം.